മമ്മൂക്കയുടെ കാതൽ എന്ന സിനിമ 2 ദിവസം മുന്നെയാണ് OTTയിൽ റിലീസ് ചെയ്തത്. സിനിമയുടെ ചില ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകളും അതിനെക്കുറിച്ചുള്ള ചില പോസ്റ്റുകളുമാണ് ഈ വീഡിയോയിലേക്ക് എത്തിച്ചത്. കാതൽ എന്ന സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഏതാണ്ട് 1500ഓളം സ്പീഷീസുകളിൽ കണ്ടുവരുന്ന സെക്ഷുവൽ ഓറിയന്റേഷനാണ് ഹോമോസെക്ഷുവൽ, ബൈസെക്ഷുവൽ, ഹെട്രോസെക്ഷുവൽ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മനുഷ്യരിൽ മാത്രം കാണുന്ന ഒന്നല്ല ഹോമോസെക്ഷുവാലിറ്റിയും ബൈസെക്ഷുവാലിറ്റിയും ഒക്കെ. പിന്നെ ഇത് 6 വർഷം മുന്നേ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായ ഒരു കാര്യവുമല്ല. പണ്ടുള്ള പല ലിറ്ററേച്ചറുകളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. എന്താണ് ഹോമോസെക്ഷുവാലിറ്റി, എന്താണ് ബൈസെക്ഷുവാലിറ്റി എന്നൊന്നും നിങ്ങൾക്കറിയില്ല എങ്കിൽ, നിങ്ങൾക്ക് അതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എങ്കിൽ ദയവ് ചെയ്ത് ട്രോൾ പേജുകളിൽ എഴുതി വെച്ചിരിക്കുന്നതോ മതപ്രസംഗികർ പറയുന്നതോ കേൾക്കാൻ പോകാതിരിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള ഏതെങ്കിലും നല്ല സൈറ്റുകളിൽ കയറി സെർച്ച് ചെയ്യുക. കാതൽ ഇറങ്ങിയപ്പോഴുള്ള ചർച്ചകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തിൻ്റെ പേരിലാണ് എന്നറിയില്ല, സമൂഹത്തിലെ ചില ആളുകൾ ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിഷം തുപ്പുക എന്നതാണ് ഇത്തരം ആളുകളുടെ പ്രധാന വിനോദം. മതവർഗീയ വിഷം തുപ്പുന്ന ഇത്തരം ആളുകളെ പൊതുവെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ലാത്ത ആളുകളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുവാൻ ചാൻസ് കൂടുതലായി തോന്നി. ഹോമോസെക്സിനെ അംഗീകരിക്കുന്നവർ നാളെ മൃഗങ്ങളോട് സെക്സ് തോന്നുന്നവരെയും കുഞ്ഞുങ്ങളോട് സെക്സ് തോന്നുന്നവരെയും അംഗീകരിക്കുമോ എന്നതാണ് ഇവരുടെ പ്രധാന ചോദ്യം. കുഞ്ഞുങ്ങൾ മാനസികപരമായും ശാരീരികപരമായും സെക്സിന് വളർന്നിട്ടില്ലാത്തവരാണെന്നും മൃഗങ്ങൾ മറ്റൊരു സ്പീഷീസ് ആണെന്നും ജീവവർഗമാണെന്നും പറഞ്ഞാലൊന്നും ഇവർക്ക് മനസ്സിലാകില്ല. ഹോമോസെക്ഷുവാലിറ്റി കൊറോണ പോലെ മനുഷ്യരിലേക്ക് പടരുന്ന എന്തോ വലിയ അസുഖമാണെന്നും അതിന് ചികിത്സയുണ്ടെന്നും പറഞ്ഞ് അവർ അശാസ്ത്രീയമായ ചില കണ്ടുപിടുത്തങ്ങളും ചികിത്സാ രീതികളുമായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് തർക്കിച്ചുകൊണ്ടിരിക്കും. LGBTQ കമ്മ്യൂണിറ്റി കാരണം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വന്ന് എല്ലാവരും ഡെഡ് ആകുമെന്ന് അവർ ശപിച്ചുകൊണ്ടിരിക്കും. ഗേ, ലെസ്ബിയൻ, ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെയുള്ളത് ഒരു അസുഖമല്ല എന്ന് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകില്ല. പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ കാര്യം, സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർക്ക് STDs വരാറില്ലേ? എന്നു മുതലാണ് അതില്ലാതാവാൻ തുടങ്ങിയത്? കോണ്ടം ഉപയോഗിക്കൂ എന്ന് TV-യിൽ കൂടി പറയേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾക്ക്. സോ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകും. കാരണം അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. അതിനെ സോൾവ് ചെയ്യാൻ സമൂഹം അവരെ സഹായിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്തരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ചില ആളുകളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരും അവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന വട്ടുകൾ കണ്ടിട്ടും അവരോട് വിരോധം തോന്നിയിട്ടുള്ളവരുണ്ടാകും. അതിലൊരു പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ വിഭാഗങ്ങളിലും മോശമായ വ്യക്തികൾ ഉണ്ടാകുമല്ലോ. അവരെ 1-2 പേരെ വെച്ച് ഓൾ കമ്മ്യൂണിറ്റിയെ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമ്മുടെ സമൂഹത്തിന് പൊതുവെയുള്ള ഒരു മോശമായ മെൻറ്റാലിറ്റിയാണ് ഒരാളുടെ സെക്സ് ലൈഫ് വെച്ച് അയാളെ വിലയിരുത്തുക എന്നത്. ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയാളുടെ സെക്സ് ലൈഫ് എന്നത്. അതിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പോകേണ്ട ആവശ്യമോ അതിനെ വിമർശിക്കാൻ പോകേണ്ട ആവശ്യമോ അത് വെച്ച് അയാളെ വിലയിരുത്തേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യം മാത്രമാണ്. ഇവിടെ ഹോമോസെക്ഷൽ ആയതിൻ്റെ പേരിൽ പലവർക്കും മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ വരുമ്പോഴാണ് വലിയൊരു പ്രശ്നമായി ഇത് മാറുന്നത്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു സന്ദർഭത്തിൽ ലെസ്ബിയൻ ആവേണ്ടി വരുന്നതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ശരിയല്ലേ? നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് തിരിച്ചും. ഗേ, ലെസ്ബിയൻസ് ആയിട്ടുള്ളവർക്ക് സ്ട്രെയിറ്റ് ആവേണ്ടി വരുന്നതും അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യമല്ലേ? ഇത് മാത്രം സമൂഹം ഒന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. പലവർക്കും ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. എങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട, മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവരും മനുഷ്യരാണ്. ഒരു ജെൻഡറിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുടെ പേര് പറഞ്ഞ് ആളുകളെ മോശമായി കാണുന്നതും അവഹേളിക്കുന്നതും അകറ്റി നിർത്തുന്നതും തീർത്തും തെറ്റായ കാര്യമാണ്. LGBTQ കമ്മ്യൂണിറ്റിയെ സ്പെഷ്യലായിട്ട് കാണണം, അവർക്ക് പ്രത്യേക പരിഗണനകൾ നൽകണം എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഫെമിനിസം എന്ന കോൺസെപ്റ്റ് സ്യൂഡോ ഫെമിനിസമായി മാറിയതുപോലെ ആവാതെ യഥാർത്ഥ ജെൻഡർ ഇക്വാലിറ്റിയിലേക്ക് ഈ കമ്മ്യൂണിറ്റി എത്തപ്പെടണം എന്ന അഭിപ്രായമേ എനിക്കുള്ളൂ. ഇനി കാതലിലേക്ക് വരാം. കാതലിലും മമ്മൂക്ക അഭിനയം കൊണ്ട് മനസ്സ് നിറച്ചു. സിനിമ കണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവി പോലെയാണ് തോന്നിയതെങ്കിലും സിനിമ അവസാനിക്കുമ്പോൾ മനസ്സിന് ഒരു വിങ്ങലായിരുന്നു. കാതൽ എന്ന വാക്കിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. പക്ഷെ ഏതാണ് കാതൽ എന്ന് പറയുന്നത്? കാതലായ ഭാഗം, കാതലായ കാര്യം, മനുഷ്യ സ്നേഹത്തിന്റെ മനുഷ്യന്റെ ഉൾക്കാമ്പ് കാണുന്ന സിനിമയാണ്. മനുഷ്യന്റെ കാതലുണ്ടല്ലോ, മരം വെട്ടുമ്പോൾ നമ്മൾ ഈ ചുറ്റിൽ കാണുന്ന ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലായി. സ്നേഹത്തിൻ്റെ ഉൾക്കാമ്പ് തൊട്ടറിയാൻ ശ്രമിച്ച ഒരു സിനിമ തന്നെയായിരുന്നു കാതൽ.
മാത്യുവും ഓമനയും തമ്മിലുള്ള സ്നേഹം ഹൃദയം തൊടുന്നതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഏനക്കേട് വരുമെന്നറിഞ്ഞാൽ എനിക്ക് വേദനിക്കും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ. മാത്യു, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ എന്നൊക്കെ ഓമന പറയുമ്പോൾ ഓമനയുടെ വാക്കുകളിൽ സെൽഫ് റെസ്പെക്റ്റിനോടൊപ്പം മാത്യുവിനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കാണാം. അല്ലെങ്കിലും ഓമന അത്രയും കാലം ജീവിച്ചതും പ്രവർത്തിച്ചതും മാത്യുവിനും കൂടി വേണ്ടിയായിരുന്നല്ലോ. ഓമനയോട് കാണിക്കുന്നത് നീതിയല്ല എന്നറിയാമാഞ്ഞിട്ടും അതിൽ കുറ്റബോധമുണ്ടായിട്ടും മാത്യു അവളെ വിട്ടുകൊടുക്കുവാൻ, അവളെ വേർപിരിയാൻ മടി കാണിക്കുന്നു. അവളെ വിട്ടു പിരിയേണ്ടി വന്നത് അയാളെ ആശ്വസിപ്പിച്ചതിലുപരി ദുഃഖിപ്പിച്ചിരുന്നിരിക്കാം. അവസാനം മാത്യു ഓമനയിൽ നിന്ന് നടന്നകലുമ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്നത് ആശ്വാസമോ സന്തോഷമോ ആയിരുന്നില്ല. എന്തായിരുന്നു മാത്യുവും ഓമനയും തമ്മിലുണ്ടായിരുന്ന സ്നേഹം? അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ കഴിയുക? അല്ലെങ്കിലും സ്നേഹത്തിന് ഡെഫിനിഷൻ ഉണ്ടോ? ഓമനയെ പോലെ തന്നെ തങ്കനും ഹൃദയത്തിൽ തൊട്ടു. മാത്യുവിനെ പോലെ നാട്ടിലെ വലിയ പണക്കാരനോ അറിയപ്പെടുന്ന വ്യക്തിയോ ഒന്നുമല്ല തങ്കൻ. അതുകൊണ്ട് തന്നെ തങ്കനെയും തങ്കനെ സ്നേഹിക്കുന്നവരെയും സമൂഹം ട്രീറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കുമല്ലോ. ഒരേ പ്രശ്നം തന്നെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതെത്ര വിഷമകരമായി മാറുന്നുവെന്നും സിനിമയിൽ കാണിക്കുന്നു. തങ്കൻ്റെ ആ നിസ്സഹായ അവസ്ഥയും ആശങ്കയും വേദനയും മാത്യുവിനോടുള്ള സ്നേഹവും എല്ലാം സിനിമയിൽ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാനം സിനിമയിൽ മാത്യു വിജയിക്കുമ്പോഴും കാതൽ തിയേറ്ററുകളിൽ വിജയിച്ചപ്പോഴും യഥാർത്ഥത്തിൽ വിജയിച്ചത് ഈ സമൂഹത്തിൻ്റെ ബോധ നിലവാരമാണ്.